പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ജീവിതത്തിലൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും നാം കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും കർത്താവിന്റെ വരവിനോട് നാം അടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമുക്ക് ചില ചിന്തകൾ ഹല്ലേലൂയ ദൈവവചനത്തിൽ ചിന്തിക്കാം. സ്തോത്രം. നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴമുള്ളതാ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴമുള്ളതാണ്. നാം വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിച്ചു. ഹല്ലേലൂയ. രാത്രി നമുക്ക് ചിന്തിക്കാം അല്പസമയം. സ്തോത്രം. തിരുവചന ചിന്തയ്ക്ക് വേണ്ടി സമയമെടുക്കാം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇവിടെ നാം വായിച്ച വചനം എന്ന് പറയുന്നത് അബ്രാഹാമിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അതവന് നീതിയായി കണക്കിട്ടു. തന്റെ ജഡത്തിലും ജീവിതത്തിലും ഒക്കെ വലിയ 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 നന്മകൾ, വലിയതായിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തിന്റെ കരുതലുകൾ വ്യക്തമായി രുചിച്ചറിഞ്ഞ, വ്യക്തമായി തിരിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് അബ്രഹാം. അതൊന്നും നാം പറയേണ്ട ആവശ്യമേ ഇല്ല. കാലാകാലങ്ങളിലായി പ്രസംഗിച്ച് എല്ലാവർക്കും തറവായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ചിന്ത അതല്ല. സ്തോത്രം. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചേ? സ്തോത്രം, സ്തോത്രം. ആശയ്ക്ക് വിരോധമായി ആശിക്കുകയാ. പക്ഷെ അതിന് വലിയ കോപ്പൊന്നും കാണുന്നില്ല. എങ്കിലും ആശയോടെ വിശ്വസിച്ചു. അതെന്താ? നിന്റെ സന്തതി ഇവണ്ണമാകും എന്നരുളി ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സന്തതി ഇവണ്ണമാകും. എങ്ങനെയാ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിന്റെ സന്തതി ഇവണ്ണമാകും. ഇങ്ങനെ നിനക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബഹുജാതികൾക്ക് ഇത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ബഹുജാതികൾക്ക് പിതാവായി തീരുമെന്ന് പറഞ്ഞ കാര്യം എങ്ങനെ സംഭവിക്കും? തനിക്ക് സന്തതിയില്ല, പക്ഷേ നിന്റെ സന്തതി ഇവണ്ണമാകും. എങ്ങനെയാ? ആകാശത്തിലെ നക്ഷത്രം പോലെയും നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും എന്ന് അങ്ങനെ നിനക്ക് സന്തതി ജനിക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ അബ്രഹാം അതിൽ ചേർന്ന് വിശ്വസിക്കുകയാണ്. ബഹുജാതികൾക്ക് പിതാവാകും എന്ന്. അപ്പൊ അങ്ങനെ സന്തതി ഉണ്ടായാൽ അതിൽ ബഹുജാതികൾ, ഗോത്രങ്ങൾ, വംശങ്ങളൊക്കെ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഒരു ജാതിയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയും അബ്രഹാമിനോട് പറഞ്ഞു. അനേക ജാതികളുണ്ട്, ബഹുജാതികൾക്ക് പിതാവായി തീരുമെന്ന് പറഞ്ഞ കാര്യം അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയി. 100 വയസ്സുള്ള നല്ല പ്രായമായ വ്യക്തിയായി 100 വയസ്സുള്ളവനായപ്പോൾ തന്റെ ശരീരത്തിന്റെ നിർജീവത്വമൊക്കെ തനിക്ക് മനസ്സിലായി. തന്റെ ശരീരം നിർജീവമാണെന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കി. സാറയുടെ അനുഭവം, സാറയുടെ ശരീരത്തിന്റെ കണ്ടീഷനും
നന്നായി മനസ്സിലാക്കി. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇതെല്ലാം മനസ്സിലായിട്ടും സാറയുടെ ശരീരത്തിന്റെ അനുഭവവും ശരീരത്തിന്റെ നിർജീവത്വവും തന്റെ ശരീരത്തിന്റെ നിർജീവത്വവും മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന മുഖ്യമായ വിഷയം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാമായിരുന്നു. ഇനി എങ്ങും ഒന്നും നടക്കത്തില്ല, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഇനി ഒരു ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇനി എന്റെ കുഞ്ഞിനൊരു വിവാഹം നടക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം നടക്കത്തില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്തോത്രം. ഇനി എനിക്ക് തലമുറ ഉണ്ടാകത്തില്ല, പ്രായം കടന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് നാം പുറത്തേക്കൊന്ന് ഇറങ്ങി പലരെയും പരിചയപ്പെടുമ്പോൾ സംഭവിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങളായി പറയുന്നേ, ഇനിയൊരു വീട് പണി നടക്കത്തില്ല, ഇനിയൊരു കുടുംബം ഉണ്ടാകത്തില്ല, ഇങ്ങനെയെല്ലാം നിരാശപ്പെട്ട് പുറകോട്ട് വലിയുന്ന ധാരാളം പേരെ നാം കാണുകയാണ്. മുമ്പോട്ട് പോകാൻ ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവ് നമ്മോട് പറയുക, ഹല്ലേലൂയ, ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കുമെന്ന് വാഗ്ദത്തം ചെയ്തോ? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. രാത്രിയിൽ വാഗ്ദത്തങ്ങളെ കേട്ടിരിക്കുന്നവർ, വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിരിക്കുന്നവർ, ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചന നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് ഒരിക്കലായി അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, അതിനെ വിശ്വസിക്കുക, അതിനെ പ്രാപിക്കുവോളം വിശ്വസിക്കുക. ഹല്ലേലൂയ. ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇതൊക്കെയും പ്രാപിച്ചിട്ട് വേണം സ്തോത്രം നീ ഈ ഭൂമിയിലെ ആവശ്യങ്ങളും ഈ ഭൂമിയിലെ വാഗ്ദത്തങ്ങളും പ്രാപിക്കേണ്ടതിന് കാത്തിരിക്കുവാൻ. ഒന്നാമതായി നിത്യത, അതാണ് ഏറ്റവും വലിയ സ്തോത്രം വാഗ്ദത്തം എന്ന് പറയുന്നത്. നമുക്കൊരു നിത്യജീവൻ, നിത്യത, സ്തോത്രം, അതാണ് ഏറ്റവും വലിയതായിരിക്കുന്ന വാഗ്ദത്തം. അത് നാം ഉറപ്പാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കും, അതിലേക്ക് ചെല്ലും എന്ന കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം, വ്യക്തമായിട്ട് അത് ഉറപ്പിച്ചിരിക്കണം, രക്ഷയുടെ അനുഭവം പ്രാപിച്ചിരിക്കണം, അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമുക്ക് നിത്യതയോട് അടുപ്പിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ പ്രാപിക്കാതെ സ്വർഗത്തിൽ പോകുമെന്നോ നിത്യത പ്രാപിക്കുമെന്നോ കരുതിക്കൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കി കളയരുത്. പ്രാപിക്കേണ്ടതും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതുമായിരിക്കുന്ന രക്ഷയൊക്കെ കൃത്യമായി പ്രാപിച്ചിട്ട് വേണം സ്തോത്രം നാം കാത്തിരിക്കേണ്ടതിന്. സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ ഹല്ലേലൂയ അത് ചെയ്യുവാൻ, അത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് ദൈവം നീതിയായി കണക്കിട്ടു. സ്തോത്രം. അതുകൊണ്ട് അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. എന്തുകൊണ്ടാ? ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് ചെയ്യുവാൻ ശക്തനാണെന്ന് പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ചതുകൊണ്ട്. സ്തോത്രം. പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവം അവനത് നീതിയായി കണക്കിട്ടു. ദൈവത്തെ വിശ്വസിച്ചത് ദൈവത്തിന് വലിയ പ്രസാദമായി. ദൈവം പറഞ്ഞത് അങ്ങനെ സംഭവിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അബ്രഹാം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തപ്പോൾ ദൈവത്തിന് അവനിൽ പ്രസാദമായി. ദൈവം അവന് അത് നീതിയായി കണക്കിട്ടു. അവന് തലമുറകളെ കൊടുത്തു, സന്തതികളെ കൊടുത്തു. ഹല്ലേലൂയ. അവൻ ബഹുജാതികൾക്ക് പിതാവായി തീർന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ സ്തോത്രം 11-ാമത്തെ വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ രണ്ടു ഭാഗങ്ങളിലും പറയുന്ന കാര്യം, അവിടെ അബ്രാഹാം ഏതാണ് 4-ന്റെ റോമർ 4-ന്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ച്, അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ടു. ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ സാറയും, അവന്റെ ഭാര്യയായിരിക്കുന്ന സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവന്
മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം നമ്മെ അറിയിച്ചാൽ, ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പ്രവർത്തിക്കാമെന്ന് വാക്കു പറഞ്ഞാൽ, വാഗ്ദത്തം ചെയ്താൽ അത് ദൈവം ചെയ്യും. ഓ ഹല്ലേലൂയ. അത് ദൈവം ചെയ്യുമെന്നുള്ള പൂർണ്ണ ഉറപ്പും വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ നീ ആ വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്താൽ അത് തരുവാൻ, അത് പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അബ്രഹാമും സാറയും ഒരുപോലെ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. എന്താ സംഭവിച്ചേ? പുത്രോത്പാദനത്തിനുള്ള പ്രായം കഴിഞ്ഞു. സ്തോത്രം. പ്രായം കഴിഞ്ഞു. ഇനി അത് നടക്കത്തേയില്ല. സ്തോത്രം, 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 സ്തോത്രം. ഒരു പ്രായമുണ്ടല്ലോ, പുത്രോത്പാദനത്തിന് ഒരു പ്രായമുണ്ട്. ആ പ്രായവും കടന്ന് അപ്പുറം പോയി, അങ്ങേയറ്റം പോയി കഴിഞ്ഞിരിക്കുകയാ. ഒരു കാരണവശാലും ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കെ, സ്തോത്രം, എങ്കിലും വാഗ്ദത്തം ചെയ്തത് ദൈവമാണല്ലോ. അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? വാഗ്ദത്തം ചെയ്തത് ദൈവമല്ലേ? നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ? നിന്നോട് വാക്ക് പറഞ്ഞത് ദൈവമാണോ? അത് നീ നന്നായിട്ട് ഉറപ്പിക്കുക. ഹല്ലേലൂയ. നന്നായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക. നന്നായി ദൈവത്തോട് ചോദിക്കുക. നല്ലതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നീ അത് പ്രാപിക്കുക. എന്നിട്ട് വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണ്. അവൻ മനുഷ്യനെ പോലെ വാക്ക് മാറുന്നവനല്ല. ഹല്ലേലൂയ. മനുഷ്യരെ നമുക്കറിയാമല്ലേ. ഇന്ന് പകൽ എന്നെ ഒരു സഹോദരൻ വിളിക്കാനിടയായി തീർന്നു. സഹോദരനെ പറ്റി വലിയൊരു ചതി പറഞ്ഞ് വളരെ ചങ്ക് തകർന്ന് കരയുകയാ. തന്നെ ഹല്ലേലൂയ സ്തോത്രം തന്നെ സ്നേഹിതനായി വിളിച്ച ഒരു സ്നേഹിതൻ വളരെ അവരുടെ കഷ്ടതയും പ്രയാസവും ഒക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തെ സഹായിച്ചു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം സഹായിച്ചു. ഹല്ലേലൂയ. ഒരു സാധാരണ പണിക്കാരനാണ്, സാധാരണ കൂലിപ്പണിക്കാരനാണ്. പക്ഷെ വേറൊരാളുടെ പ്രയാസം കണ്ടപ്പോൾ, ദുഃഖം കണ്ടപ്പോൾ ആ മനുഷ്യനെ സഹായിച്ചു. ഹല്ലേലൂയ. അത് മടക്കി കിട്ടുമെന്ന് കരുതിയാണ് സാമ്പത്തികമായി കൂട്ടായ്മ ചെയ്ത് സഹായിച്ചത്. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ, ആ സഹായം കൈപ്പറ്റിയ മനുഷ്യൻ ഇപ്പോൾ ഇവരെ നമ്പർ ബ്ലോക്ക് ചെയ്ത്, ഗൂഗിൾ പേയും ബ്ലോക്ക് ചെയ്ത്, ഈ ഒരു കാരണവശാലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരൊന്ന് പൈസ തിരിച്ചു തന്നില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി കരയുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ വാക്കുമാറും, മനുഷ്യൻ നമ്മെ ചതിക്കും. മനുഷ്യരുടെ വാക്ക് വിശ്വസിക്കരുത്. ദൈവവും അങ്ങനെയല്ലേ പറഞ്ഞത്? ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യനെ വിശ്വസിക്കാൻ പറഞ്ഞില്ല, മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാം. അതിനും ഹല്ലേലൂയ ഒത്തിരി നിബന്ധനകളെല്ലാം ഉണ്ട്, ഒത്തിരി പ്രമാണങ്ങളുണ്ട് സ്നേഹത്തിനും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചതി പറ്റാതിരിക്കുവാൻ നാം ബുദ്ധിയുള്ളവരായിരിക്കണം, നാം വിവേചനമുള്ളവരായിരിക്കണം, നാം വിവേകമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണ്. അവൻ വാക്കു മാറത്തില്ല. അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ സമയം കഴിഞ്ഞുപോയി, ഇനി അത് കിട്ടത്തില്ല, ലഭിക്കത്തില്ല എന്ന് വിചാരിച്ചാൽ പോലും കൃത്യസമയത്ത് അത് നമ്മുടെ കരത്തിൽ വരും. കൃത്യസമയത്ത് അത് നൽകുവാൻ ദൈവം വിശ്വസ്തന. കാരണം എന്താ? നമുക്കത് കിട്ടുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അത് നമുക്ക് ലഭിക്കുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് ലഭിക്കുമെന്ന് നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവം അതിന് ശക്തനാണ്. ഏത് പ്രതികൂലം മനുഷ്യർ എന്തെല്ലാം പറഞ്ഞാലും, മനുഷ്യൻ ഹല്ലേലൂയ നമ്മെ എത്ര നിന്ദിച്ചാലും, എത്ര തള്ളിക്കളഞ്ഞാലും, എത്ര തരത്തില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ കിട്ടാത്തതൊക്കെ കിട്ടും, മുടങ്ങിക്കിടക്കുന്നതൊക്കെ കിട്ടും. ഹല്ലേലൂയ. മുടങ്ങിക്കിടക്കുന്നതൊക്കെ കിട്ടും, കിട്ടാത്തതൊക്കെ കിട്ടും. ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. ദൈവമാണ് സകല മനുഷ്യനെയും ഹല്ലേലൂയ ബുദ്ധികളെ നിയന്ത്രിക്കുന്നത്. ദൈവമാണ് സകല ചരാചരത്തെയും നിയന്ത്രിക്കുന്നത്. സകലത്തിന്റെയും ഉടയവൻ ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. സകല മനുഷ്യരെയും ഹല്ലേലൂയ
ഉള്ളതുപോലെ അറിയുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. സകല മനുഷ്യന്റെയും എല്ലാ അവസ്ഥകളെയും ഉള്ളതുപോലെ അറിയുന്ന ഒരേ ഒരാൾ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. മനുഷ്യനിൽ ഉള്ളത് എന്ത് എന്ന് യേശു കർത്താവ് സ്വതവേ അറിഞ്ഞിരിക്കയാൽ അവന് മനുഷ്യനെ കുറിച്ച് ഒരു സാക്ഷ്യത്തിന്റെയും ആവശ്യമില്ല. കർത്താവ് ആ മനുഷ്യൻ അങ്ങനെയാ ഇങ്ങനെയാണെന്ന് നമ്മൾ കർത്താവിനോട് പറയേണ്ട കാര്യമില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്നും മനുഷ്യൻ ആരാണെന്നും സർവശക്തനായ ദൈവത്തിനറിയാം. ദൈവമാണ് സകല മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നാം വിപരീതമായിട്ട് നെഗറ്റീവായിട്ട് നാം കാണുന്നത്, ദൈവത്തിന് വിരോധമായിട്ട് ഈ ഭൂമിയിൽ നാം കാണുന്നത്, അതാ മനുഷ്യന് നമ്മളെ ദൈവഹിതമല്ലാത്തത് സംഭവിക്കുന്നത്, അത് പിശാച് നിയന്ത്രിക്കുന്നവരാ, സാത്താൻ നിയന്ത്രിക്കുന്നവരാ. സാത്താൻ അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്നത് ദൈവമല്ല, പരിശുദ്ധാത്മാവുമല്ല. അവരെ നിയന്ത്രിക്കുന്നത് സാത്താനാണ്, പിശാചാണ്. പിശാച് ആദ്യം മുതൽ ഭോഷ്കാണ്. അവൻ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനുമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. പിശാച് ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനും. കാരണം സകല കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും സകലവിധമാകുന്ന വെട്ടിപ്പുകളും തട്ടിപ്പുകളും സകലവിധമാകുന്ന നോർമൽ അല്ലാത്തതൊക്കെ അകൃത്യമൊക്കെ ഹല്ലേലൂയ ചെയ്യുന്നതിന്റെ അതിന്റെ പിന്നിലെ ശക്തി പിശാചാണ്, പൈശാചികമാണ്. സ്തോത്രം സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ വളരെ പൈസ മുടക്കി ഭയങ്കര ചെലവ് ചെയ്ത് പലരും സമാധാനത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി ഒത്തിരി പൈസ മുടക്കി പലതും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ഫലം എന്താ? സമാധാനമാവും എന്ന് വിശ്വസിച്ചെങ്കിൽ പോരുന്നു. പക്ഷേ പിന്നെയും ജീവിതത്തിന്റെ ഗതി അത് തന്നെ, വീണ്ടും പോയി ആവർത്തിക്കും. കാലാകാലങ്ങളായി തങ്ങളുടെ സ്വത്ത് സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കളയാമെന്നല്ലാതെ ഒരു കാലത്തും രക്ഷപ്പെടുന്ന ഒരനുഭവമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നീ ഒന്ന് നോക്കിയാൽ, ഹല്ലേലൂയ, അവനിലേക്ക് നീ ഒന്ന് നോക്കിയാൽ അവന്റെ നാമം ബലമുള്ള ഗോപുരമാ. അവന്റെ നാമം യേശുവെന്ന നാമം, യേശു ക്രിസ്തുവെന്ന നാമം ബലമുള്ള ഗോപുരമാ. ഇന്നലെ ഞാൻ പ്രസംഗിച്ച വിഷയം ഇത് തന്നെയാ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന നാമം ബലമുള്ള ഗോപുരമാ. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ. മറ്റെങ്കിലും രക്ഷയില്ല കർത്താവേ, മനുഷ്യരിൽ ആശ്രയിച്ച രക്ഷയില്ല കർത്താവേ, എനിക്ക് നിന്നിൽ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. എനിക്ക് നീ മാത്രമാണ് ആശ്രയം. ഒരു മനുഷ്യനും എന്നെ സഹായിക്കുന്നില്ല, സഹായിക്കാൻ കഴിയത്തില്ല എന്ന് നല്ല ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ വീഴുക, ദൈവത്തോട് പറയുക. ദൈവം നമ്മെ സഹായിക്കും. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നമ്മുടെ സ്നേഹിതർ വാക്ക് പറഞ്ഞാൽ മാറും. ഹല്ലേലൂയ. നമ്മുടെ അപ്പനും അമ്മയും പോലും ഹല്ലേലൂയ വാക്ക് പറഞ്ഞാൽ മാറും. ഹല്ലേലൂയ. നമുക്ക് കാണാൻ പാടില്ലേ, ഓരോരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് കാണാൻ പാടില്ലേ? കഴിഞ്ഞൊരു ദിവസം ഹല്ലേലൂയ ഒരു പിതാവിനെ അവരുടെ ഹല്ലേലൂയ മക്കൾ ചെയ്തത് നമുക്ക് കണ്ടതല്ലേ. മരിച്ചുപോയി എന്ന് കരുതി ഹല്ലേലൂയ ആരുടെയോ ബോഡിയെ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവര് പന്തലൊക്കെ ഇട്ട് ഭയങ്കര കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഒടുവിൽ അറിഞ്ഞു മരിച്ചിട്ടില്ല, ആള് ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ ഭയങ്കര ദേഷ്യമായി. അവർക്ക് പിന്നെ ആ പിതാവിനെ വേണ്ട. ഹല്ലേലൂയ. പിന്നെ അത് സ്തോത്രം 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 അഗതി മന്ദിരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനിടയായി തീർന്നു. വളരെ പ്രയാസം, വളരെ 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 ഹൃദയഭേദകമായിരിക്കുന്ന കാഴ്ചയായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ ആരിലാണ് ആശ്രയിക്കുന്നത്? നിനക്ക് യേശുവിൽ മാത്രം ആശ്രയിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും മുടന്തരായ മനുഷ്യർ പറയുക, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. നിനക്ക് വേറെ ഒന്നും തരുവാനില്ല, വെള്ളിയുമില്ല പൊന്നുമില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാ. ഞങ്ങൾക്കുള്ളത് എന്താ? യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അത് ബലമുള്ള ഗോപുരം. അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നവൻ നീതിമാനായ വ്യക്തിയാ. ഹല്ലേലൂയ. നീതിമാന്മാർക്ക് മാത്രമേ ഇതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. രാത്രിയിൽ ഹല്ലേലൂയ അബ്രഹാം നീതിമാനായിരുന്നു. ദൈവം അബ്രഹാമിന്റെ പ്രവൃത്തിയെ, അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടിട്ട് ഹല്ലേലൂയ ഇവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഒരൊറ്റ വ്യക്തിക്ക് മൃതപ്രായനായവന് തന്നെ, മൃതപ്രായൻ മരിക്കത്തക്ക മരണത്തോടടുത്ത വ്യക്തി, മൃതപ്രായൻ എന്ന് പറഞ്ഞാൽ മരിക്കാറായ വ്യക്തിയാണ്. ഹല്ലേലൂയ മൃതപ്രായൻ. ഹല്ലേലൂയ. മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും ഹല്ലേലൂയ സന്തതി ജനിച്ചു. ഹല്ലേലൂയ. അവന്റെ വിശ്വാസത്തിന്റെ സ്തോത്രം അടിസ്ഥാനം. ഹല്ലേലൂയ. എന്താ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും അത് തന്നെ വിശ്വസിച്ചു. നമ്മളെല്ലാം കുടുംബത്തിൽ ഇങ്ങനെയാണോ? ഭാര്യയും ഭർത്താവും ഒരേ ദൈവിക കാര്യങ്ങൾക്ക് ഒരേപോലെയാണോ?
ദൈവവചനത്തിൽ പറയുന്നുണ്ട് അല്ലെ, സക്കരിയാവും എലിസബത്തും അവർ ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു, വൃദ്ധരായിരുന്നു, അല്ലെ, നീതിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് നല്ല ശുഷ്കാന്തിയുള്ളവരായിരുന്നു. അവർ ഒരുമിച്ച് നിന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്തു. ഇവിടത്തെ പോലെ തന്നെ അവർക്കും വൃദ്ധനായ ശേഷം വളരെ പ്രായം ചെന്ന് ഹല്ലേലൂയ ലഭിക്കത്തില്ല എന്ന്, പൂർണ്ണമായി നടക്കത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ അത്ഭുതം അവരുടെയും ജീവിതത്തിൽ സംഭവിക്കാനിടയായി തീർന്നു. ഹാലൊരു അക്ഷരാർത്ഥത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ വിധത്തിൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ വ്യക്തമായി സംസാരിക്കുക. ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ തലമുറയെ നീ കാണുമെന്ന് ദൈവസന്നിധിയിൽ നിന്നൊരു വാക്യത്വം പ്രാപിക്കുക. ദൈവസന്നിധി പോയിരുന്ന് കരയുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിയമം ചെയ്യുക. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ അതാ ജീവനാന്തം നിന്റെ ആലയത്തിൽ ഞാൻ നേദിച്ചു കൊള്ളാം. സ്തോത്രം. നിന്റെ ആലയത്തിൽ നേദിച്ചു കൊള്ളാമെന്നുള്ള ഹന്നായുടെ പ്രതിഷ്ഠയിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായി ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. സ്തോത്രം. അബ്രഹാമിനും സാറയ്ക്കും ദൈവം സന്തതികളെ കൊടുത്തു. ധാരാളമായി വലിയ വർധനവ് ദൈവം അവർക്ക് പകരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് ഉറച്ചുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. കിട്ടും, കിട്ടും, ലഭിക്കും, ഉണ്ടാകും, നൽകിത്തരും, എനിക്കത് ലഭിക്കും, ഞാൻ ചെന്ന് ചേരും, ഞാൻ അവിടെ എത്തും. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ നന്മയെ കാണും, അനുഗ്രഹങ്ങളെ കാണുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുറയ്ക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നാം അവന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുക. അവൻ വാഗ്ദത്തം ചെയ്താൽ വാക്കു മാറത്തില്ല. മനുഷ്യനെ പോലെ വാക്കു മാറത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്തതിനെ, ദൈവം നമുക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞതിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനൊക്കെയും നാം സ്തോത്രം ചെയ്യുന്നവരാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു യാഗമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രയാഗം ചെയ്തുകൊള്ളുക. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നവരാകുക. ദൈവ വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. റോമാലേഖനം 4:18, 19, 20 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നാ ഇവിടെ നാം വായിച്ചത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളമുണ്ടോ, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളമുണ്ടോ അത് ദൈവം അളന്നുകൊണ്ടിരിക്കുകയാ. അത് ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിനകത്ത് പിറുപിറുക്കുന്നതും നിന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വരുന്നതും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമൊക്കെ മാറ്റിക്കളയുക. അത് ദുഷ്ടഹൃദയമാണ്. അവിശ്വാസം വരുത്തുന്നത് ദുഷ്ടന്റെ ഹൃദയമാണെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവിശ്വാസം കൊണ്ടുവരുന്നത് ദുഷ്ടഹൃദയമാണ്, അല്ലെങ്കിൽ ദുഷ്ടന്റെ ഹൃദയമാ, ദുഷ്ടന്റെ ആലോചനയാ. ഹല്ലേലൂയ. അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക, വിശ്വസിച്ച് ഏറ്റെടുക്കുക, വിശ്വസിച്ച് വാഗ്ദത്തം പ്രാപിക്കുക. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തയോടെ നിൽക്കുക, നന്ദിയുള്ളവരായിരിക്കുക, സ്തോത്രം ചെയ്യുന്നവരായിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. നാം ക്ഷീണിച്ചും തളർന്നും പോയാൽ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. ക്ഷീണിച്ചും തളർന്നും പോയാൽ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും, നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. എന്നാൽ നാം അവനെ ചവിട്ടണം, നാം അവനെ കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ നമുക്കതിന് കഴിയത്തില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സംശയിക്കരുത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? അവിശ്വാസത്താൽ സംശയിക്കാതെ
വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തു. എപ്പോഴാ കൊടുത്തേ? സന്തതികൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ മഹത്വം കൊടുക്കാൻ തുടങ്ങി. ഹാലലുയ. വിശ്വസിച്ചുകൊണ്ട് മഹത്വം കൊടുക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹാലലുയ, നിനക്കൊരു കാര്യം ലഭിച്ചു കഴിഞ്ഞിട്ട് മഹത്വം കൊടുക്കാമെന്ന്, നന്ദി പറയാമെന്നല്ല വിചാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് ലഭിക്കുന്നതിന് മുമ്പേ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാലലു, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിൽ വിശ്വാസമായിട്ട് വളരുന്നുണ്ടല്ലോ. അത് ഹാലലുയ നിന്റെ ഉള്ളിൽ വിശ്വാസമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഹാലലുയ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാ? സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവേ, നീ എനിക്കത് ചെയ്യുന്നതിനായി സ്തോത്രം, ചെയ്തു തരുവാൻ പോകുന്നതിനായി സ്തോത്രം, നീ എന്നെ ഹലരെ വീണ്ടെടുത്തതിനായി സ്തോത്രം, നിന്റെ രക്ഷ എനിക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം, നിത്യജീവൻ എനിക്ക് അവകാശമാക്കുവാൻ ദൈവം എന്നെ കണ്ടിരിക്കുക സ്തോത്രം. ഇങ്ങനെ സ്തോത്രം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഓർത്ത് സ്തോത്രം ചെയ്യണം. കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അവരുടെ വളർച്ചയിൽ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ എല്ലാം ഹല്ലേലൂയ നമ്മുടെ സ്തോത്രം ചെല്ലണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ, നമ്മുടെ സ്തോത്രം ദൈവസന്നിധിയിൽ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രസാദം നമ്മിലേക്ക് വന്നിട്ട് നമുക്ക് നീതിയായിട്ടുള്ളത് കണക്കിട്ട് തരും. ഹല്ലേലൂയ, നീതിയായിട്ടുള്ളത് കണക്കിട്ട് തരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമുക്ക് എന്താ വേണ്ടത് അത് നമുക്ക് ചെയ്തു തരും. ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളായി തീരും, അപ്പനമ്മമാരെ അനുസരിക്കാത്തവരായി തീരും. ഇങ്ങനെയെല്ലാം ദൈവത്തിന്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാട്ടോ. ഹല്ലേലൂയ, അത് ഞാനൊന്ന് വായിക്കാം. ഞാൻ ആദ്യം ആ കാര്യം ചിന്തിച്ചു. ആ കാര്യം സ്തോത്രം ഈ കാലഘട്ടത്തിലേക്ക് ഹല്ലേലൂയ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വളരെ വേദനാജനകമായിരിക്കുന്ന കാര്യങ്ങളാണ് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ തലമുറകളൊക്കെ എവിടെയാണെന്ന് നാം ചിന്തിക്കണം. ഇതാ ഞാൻ വായിക്കാം. സ്തോത്രം 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. മനുഷ്യൻ സ്വസ്നേഹികൾ, സ്വന്തമായി സ്നേഹിക്കുന്നവർ, ആരോടും സ്നേഹമില്ല, മറ്റാരോടും സ്നേഹമില്ല, കരുതലില്ല, മറ്റാരെയും വിശ്വസിക്കുന്നില്ല, മറ്റാരോടും സ്തോത്രം യാതൊരു കോംപ്രമൈസിംഗും ഇല്ലാത്തൊരു കാലം. അല്ല, സ്വസ്നേഹികൾ, സ്വയമായിട്ട് സ്നേഹിക്കുന്നവർ, ദ്രവ്യാഗ്രഹികൾ, ഹല്ലേലൂയ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും. അശുദ്ധര്, വാത്സല്യമില്ലാത്തവര്. ഓ ഹല്ലേലൂയ, വാത്സല്യമില്ലാത്തവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരു മയം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഒരു മയവും ഉണ്ടാകത്തില്ല. നമുക്ക് ഭയമായിരിക്കും അവരോട് സംസാരിക്കുവാൻ. വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, എന്തു പറഞ്ഞാലും രക്ഷയില്ല. ഇണങ്ങാത്തവർ, ഹല്ലേലൂയ, ഒരു വിധത്തിലും മുമ്പോട്ട് ഒരുമായി ചേർന്ന് പോകുവാൻ കഴിയും. അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം കേട്ടോ, സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി തിന്നു നോക്കുകയൊന്നും വേണ്ട, ഒരുപാട് നമ്മളൊരുപാട് ജീവിക്കുകയൊന്നും വേണ്ട. 1-2 വാക്കുകൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ നമുക്കറിയാൻ പറ്റും. വിവേചനത്തിന് വരമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നന്നായി ഗ്രഹിക്കാൻ പറ്റും. എന്താണ് സ്തോത്രം? അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറകൾ അല്ലെ ഇന്ന് ധാരാളമായി നമുക്ക് കാണുവാൻ കഴിയും അല്ലേ? ഇതൊക്കെ എന്നിട്ട് ചെന്ന് തലകുത്തി മറിഞ്ഞു കഴിയുമ്പോൾ അപ്പനും അമ്മയും ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ജീവിതം പാഴായി പോവുക. ഈ വയസ്സാവുന്ന സമയത്ത് മക്കളെ ഓർത്ത് നീറി വിഷമിച്ച് പുറത്തേക്ക് പോകുന്ന മക്കൾ തിരികെ എങ്ങനെ വരുമെന്നറിയാതെ, തിരിച്ചു വരുമോ എന്നറിയാതെ, ഏതവസ്ഥയിലാണ് മടങ്ങി വരുന്നതെന്ന്, എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയും ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുക മാതാപിതാക്കൾ. ഹല്ലേലൂയ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും. അടുത്തത് ഏഷണിക്കാരും അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഹല്ലേലൂയ വിഷയങ്ങൾ ഉണ്ടാക്കി തകിടം മറിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്, ഹല്ലേലൂയ, സ്വന്തമായി നിയന്ത്രിക്കുവാൻ കഴിയാതെ സകലർക്കും ഭയമായി ഭീതിയായി തീരുന്ന വ്യക്തികൾ, അജിതേന്ദ്രിയന്മാർ. ഹല്ലേലൂയ, ഇന്ദ്രിയത്തെ ജയിക്കുവാൻ കഴിയാത്തവർ എന്നതിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാത്തവർ, എല്ലാ വിധത്തിലും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ അവരവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സമൂഹത്തിന് ദോഷവും ദ്രോഹവും ചെയ്യുന്ന അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണ ദ്വേഷികൾ,
ദ്രോഹികൾ, ഉഗ്രന്മാരുണ്ട് കേട്ടോ, ഉഗ്രന്മാര്. ഹല്ലേലൂയ, ഉഗ്രന്മാരുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരു തരത്തിലും പറ്റത്തില്ല ഇണങ്ങി പോകുവാൻ. ഉഗ്രന്മാരുണ്ട്. ഹല്ലേലൂയ. പിന്നെ സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ദൈവത്തോട് ഇഷ്ടമില്ല. ഭോഗപ്രിയർ, ഭക്ഷണം, പണം, പിന്നെ പലതും ഞാനെല്ലാം പറയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുകയാ. ദൈവത്തെ ഭയപ്പെടാതെ, ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തിന്റെ ശക്തിയെ ത്യജിച്ചിട്ട്, ഹല്ലേലൂയ, ഭക്തിയുടെ വേഷം കെട്ടിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഒരു വലിയ സമൂഹം നമുക്കിന്ന് കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് അന്ത്യകാലമാണ്. നമുക്കാരെയും, നമ്മുടെ തലമുറകളൊക്കെ എവിടെയാ? അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ ആരുടെ പുറകെയാ? ചിന്തിച്ചു നോക്കിക്കേ. അവരുടെ ഹീറോ ആരാണെന്ന് നാം ചിന്തിച്ചു നോക്കണം. അവരുടെ ഹീറോ ആരാണെന്ന് നാം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ, സർവശക്തനായ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നിത്യ യൗവനത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഈ നല്ല യൗവനത്തിൽ, ഹല്ലേലൂയ, കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന യേശു കർത്താവാണോ നമ്മുടെ തലമുറയ്ക്ക് മാതൃക, നമ്മുടെ തലമുറകളുടെ മോഡലുകൾ? ഹല്ലേലൂയ, നമ്മുടെ തലമുറകളിലെല്ലാം ഹീറോ നമ്മുടെ കർത്താവായി തീരട്ടെ. അതിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ തലമുറകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തലമുറകൾ, ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ, വാക്ക് പറഞ്ഞാൽ മാറാത്തവന്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ അവർ സുരക്ഷിതരല്ല കേട്ടോ. ഹല്ലേലൂയ, നമ്മുടെ കരങ്ങൾ സുരക്ഷിതരല്ല. നാം എവിടെയെല്ലാം അവരെ സുരക്ഷിതരാക്കാമെന്ന് ശ്രമിച്ചാലും അവിടെയൊന്നും, ഈ ഭൂമിയിൽ ഒന്നും ആർക്കും സുരക്ഷിതമല്ല, സുരക്ഷിതരേ അല്ല. ഹല്ലേലൂയ, എങ്ങും ആർക്കും ഒരു സുരക്ഷിതത്വവുമില്ല. ഹല്ലേലൂയ, നമ്മൾ കണ്ടതല്ലേ ഒരു മാസം മുമ്പ്? ഹല്ലേലൂയ, സ്തോത്രം, അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിന്റെ ക്യാന്റീനില് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആകാശത്തുകൂടി പോകേണ്ട ഫ്ലൈറ്റ് അങ്ങോട്ട് പാഞ്ഞു ചെന്ന് എത്ര എണ്ണമാ പോയത്. ഹല്ലേലൂയ, നമുക്ക് നമ്മളിരിക്കുന്ന ഇടം സുരക്ഷിതമാണോ? ഹല്ലേലൂയ, ഒരിക്കലും അല്ല കേട്ടോ. നാം ഇരിക്കുന്ന ഇടം സുരക്ഷിതമല്ല. നാം യാത്ര ചെയ്ത വാഹനം സുരക്ഷിതമാണോ? ഹല്ലേലൂയ, നാം ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ വാഹനം സുരക്ഷിതമാണോ? ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന എത്രയോ എണ്ണമുണ്ട്. ഹല്ലേലൂയ, അങ്ങോട്ട് പോയാൽ നമുക്ക് നിയന്ത്രണം കിട്ടാതെ പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ഒന്നും സുരക്ഷിതമല്ല. ഈ ഭൂമിയിൽ ഒന്നും നമുക്ക്, ഹല്ലേലൂയ, ഒരിടത്തും നമുക്ക് സംരക്ഷണമില്ല. എന്നാൽ സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ തലമുറകളെയും നമ്മളെയും നമ്മുടെ എല്ലാത്തിനെയും സർവത്തിനെയും കർത്താവിന്റെ സന്നിധി സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും എന്റെ ജീവനും എന്റെ പ്രാണനും ഒക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം അവന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. ഈ രാത്രിയിൽ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, വൻകാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. രക്ഷയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിത്യതയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നമുക്ക് ഈ ഭൂമി ജീവിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 6 ദിവസം, ഹല്ലേലൂയ, കർത്താവ് 5 ദിവസവും മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, കടലും കരയും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, വൃക്ഷങ്ങളും, സ്തോത്രം, 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 സർവ്വജീവജാലങ്ങളെയും മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമുക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആ കുടുംബത്തിൽ, ആ നാട്ടിൽ, ആ ദേശത്ത്, ഹല്ലേലൂയ, അവന്റെ ജീവിതകാലം മുഴുവൻ എന്ത് അവന് വേണമോ അത് ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു കുഞ്ഞിന് നാം ജന്മം കൊടുക്കുന്നത്. അത് ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാ. ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അത് യേശുക്രിസ്തുവിനെ കുറിച്ചും നിത്യ തേജസ്സിനെ കുറിച്ചും പറഞ്ഞതാണ്. എങ്കിലും ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നന്മകളെ കർത്താവ് നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കേണ്ടതിന് ആ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസ്തയോടെ, ഹല്ലേലൂയ, അവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ശക്തിപ്പെടുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട്
അവന് അത് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ആ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടിയാണ്. സ്തോത്രം. അവനെ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടി ആണ് എന്നാ പറയുന്നേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇത് രാത്രിയിൽ ഹല്ലേലൂയ കേട്ട പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ അവകാശങ്ങളും വാക്യത്വങ്ങളും ഒക്കെ നമുക്ക് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കാം. വിശ്വാസത്തിന് ക്ഷീണിക്കാതെ മുമ്പോട്ട് പോകാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എന്നെയും നിങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുകയും സ്തോത്രം സ്തോത്രം വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.